നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സി ഒരിക്കലും വിരമിക്കാതെ കളിച്ചുകൊണ്ടേയിരിക്കണം, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു അർജൻറ്റീൻ താരം കുൻ അഗ്യൂറോ. ഒരു വെബ്സൈറ്റുമായിട്ടുള്ള സംസാരത്തിൽ, സ്റ്റേക്ക് എന്ന വെബ്സൈറ്റുമായിട്ടുള്ള സംസാരത്തിലാണ് അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. മെസ്സിയുടെ അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ച് മറ്റുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് അത് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, ഈ അർജൻറ്റീൻ മാധ്യമവും TYC സ്പോർട്സ് എന്നൊക്കെ കേട്ടാൽ പലർക്കും വലിയ പ്രശ്നമാണ്. പക്ഷേ നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ കൊല്ലങ്ങളായിട്ട് അർജൻറ്റീൻ മാധ്യമവും TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറയാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തുടരുകയാണ്, അത് തുടരുക തന്നെ ചെയ്യും. ഏതായാലും TYC സ്പോർട്സ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്: ലിയോ മെസ്സി എക്കാലത്തേക്കും കളി തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ വേണം. മെസ്സി കളി നിർത്തരുതെന്നാണ്. പക്ഷെ ബട്ട് അദ്ദേഹം ആ തീരുമാനം എടുക്കുന്ന ഒരു ദിവസം വരുമെന്ന കാര്യം ഉറപ്പാണ്. ആ തീരുമാനം അദ്ദേഹം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആരാധകർക്ക് ഒരു നിരാശയായിരിക്കും. എന്തായാലും അടുത്ത വേൾഡ് കപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് നേടിയ ടീമും ഈ ടീമും തമ്മിൽ, ഇപ്പോഴത്തെ അർജൻറ്റീന ടീമും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ, അടിത്തറ സെയിമാണ്. പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ അവിടെയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഇപ്പോൾ സം കീ പ്ലെയേഴ്സ്, ഡിമരിയെ പോലുള്ള ചില കീ പ്ലെയേഴ്സ് വിട്ടുപോയെങ്കിൽ പോലും, അവർ റിട്ടയർ ചെയ്തെങ്കിൽ പോലും ഈ ടീമിൻ്റെ അടിത്തറക്കൊരു കോട്ടവുമില്ല. അത് കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയത് തന്നെയാണ്. അത് ടീമിനേറെ ഗുണം ചെയ്യും എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ. ഒരു എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ ടീമിലുണ്ടാവുക, അവരോടൊപ്പം യുവതാരങ്ങൾ കൂടി മിക്സ് ചെയ്യുക, മികച്ചൊരു ടീമിനെ കൊണ്ട് അടുത്ത വേൾഡ് കപ്പിന് പോവുക. അതാണിപ്പോൾ കോച്ച് സ്കലോനി ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ചും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, സ്കലോനിയുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അദ്ദേഹം മികച്ച രൂപത്തിൽ ഈ സ്ക്വാഡിനെ ഇപ്പോൾ റിന്യൂ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് പഴയ ടീം, ഇപ്പോഴത്തെ ടീം. അപ്പോൾ ഈ ടീമിനെ അദ്ദേഹം മികച്ച രൂപത്തിൽ മാനേജ് ചെയ്ത് ഏറ്റവും പുതിയ രൂപത്തിലേക്ക് തന്നെ ആധുനിക ഫുട്ബോളിൽ കട്ടക്ക് നിൽക്കുന്നൊരു ടീമാക്കിയിട്ട് അദ്ദേഹം മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വാഡിന് അതിനുള്ളൊരു മികവുണ്ട്. യങ് പ്ലെയേഴ്സിന്, ഒരുപാട് ടാലൻ്റുള്ള യങ് പ്ലെയേഴ്സിന് അദ്ദേഹം അവസരങ്ങൾ കൊടുത്തു. അവർ ഷൈൻ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു, അവർക്ക് വളർന്നു വരാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. മസ്റ്റൻ ഡൂനോ, നിക്കോ പാസ്, അവരൊക്കെ അങ്ങനെ വന്നവരാണ്. നമ്മുടെ മനസ്സിലേക്ക് അവരൊക്കെയാണ് പെട്ടെന്ന് ഓടി വരിക. സോ അത് ടീമിൻ്റെ ഒരു നല്ല റിതം മെയിൻറ്റെയിൻ ചെയ്യാനും സഹായകരമായിട്ടുണ്ട് എന്നാണിപ്പോൾ കുൻ അഗ്യൂറോ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.